സോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ന്യൂസിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി ചേർത്താണ് നമ്മൾ സത്യം തന്നെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് തന്നെ. ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകണം ഡി സിയുടെ നഷ്ടവും അതുകൂടാതെ തന്നെ സോണി ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു മണ്ടത്തരത്തിനെയും കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ എങ്ങനെയാണ് സ്പൈഡർമാനെ എഫക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ കൂടുതലാകടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു മര്യാദയ്ക്ക് ഹെൻറി കാവിൽ മര്യാദയ്ക്ക് ഡി സിക്കകത്ത് സൂപ്പർമാനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആർക്കായിരുന്നു ഇത്രയ്ക്കും വലിയ നിർബന്ധം പുള്ളിക്കാരനെ റീകാസ്റ്റ് ചെയ്തിട്ട് സൂപ്പർമാൻ ലെഗസിക്കകത്ത് പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ പുതിയൊരു ആക്ടറിനെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം ജെയിംസ് ഗൺ തന്നെയാണ്. നമുക്ക് എന്താണെങ്കിലും അറിയാവുന്ന തന്നെയാണ്. കാരണം ഡി സി എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ നിന്ന് മാറ്റി പുള്ളിക്കാരൻ ഡി സി യൂണിവേഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ആൻഡ് ഇപ്പോൾ ആ ഒരു നഷ്ടം സത്യം പറഞ്ഞാൽ ഡി സിക്കും ഡി സിയുടെ ഫാൻസിന് വേണ്ടി മാത്രം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി വലിയൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ റോളിലേക്ക് എന്താണെങ്കിലും ഹെൻറി കാവിൽ മാർവലിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളൊരു കാര്യം തന്നെ. വേറെ കുറേ റൂമേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു സെൻട്രിയുടെ റോളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷേ സെൻട്രിയുടെ റോളൊക്കെ അവർ ഓൾറെഡി കാസ്റ്റ് ചെയ്തത് തന്നെയാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ബ്രിട്ടൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പ് നമുക്ക് കുറേയധികം റൂമേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഹെൻറി കാവിൽ മാർവലിൽ ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ റോള് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഹെൻറി കാവിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു സീക്വൽ പ്രൊജക്റ്റിന് വേണ്ടി മാർവലിനകത്ത് സൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ടിപ്പിക്കൽ മാർവൽ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഓപ്പണായിട്ടൊന്നും പറയില്ല. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ലീക്ഡ് സോഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ബ്രിട്ടൻ ആയിട്ട് തന്നെയാണ് ഹെൻറി കാവിൽ മാർവലിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇനി ഇത് എപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കിപ്പോൾ അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഹെൻറി കാവിൽ മാർവലിലേക്ക് വരുക എന്നുള്ളൊരു കാര്യം ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇനി ആരാണ് ക്യാപ്റ്റൻ ബ്രിട്ടൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഓൾട്ടർനേറ്റ് വെർഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാവുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പവേഴ്സ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി എന്താ പറയേണ്ടത് ഈ ഒരു ക്യാരക്ടറിന് പറക്കാൻ പറ്റുന്ന കഴിവൊക്കെ നമുക്ക് കോമിക്സ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ ഞാൻ ഇത്രയും പറയുള്ളൂ, മാർവൽ ചെയ്ത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഹെൻറിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് ഡി സിയിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരൻ ലാസ്റ്റ് ബ്ലാക്ക് ആഡത്തിനകത്ത് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഹോപ്പ്, യെസ് ഫൈനലി ഹോപ്പ് തിരിച്ചു വന്നു, പ്രത്യാശ തിരിച്ചു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചത് തന്നെയാണ്. പക്ഷേ ഡി സി അതിന് ശേഷം ചെയ്തിട്ടുള്ള തെണ്ടിത്തരമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അറ്റ്ലീസ്റ്റ് ഹെൻറിക്ക് മാർവലിൻ്റെ ഭാഗത്തുനിന്നെങ്കിലും നല്ലൊരു എന്താ പറയുക നല്ലൊരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ക്യാപ്റ്റൻ ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക പോലെ തന്നെ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു മാർവൽ കോമിക് ബുക്ക് ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് ഹെൻറി കാവിൽ ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യണമെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സന്തോഷം തന്നെയാണ്. കാരണം റീസെൻ്റ്ലി പുള്ളിക്കാരൻ ആ സൂപ്പർമാൻ ആയിട്ടുള്ളൊരു കാസ്റ്റ് ചെയ്ത സമയത്ത് വിച്ചറിനെ എത്തുന്ന വരെ ആ ഒരു ഗെറാൾഡ് ഓഫ് റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോള് വരെ വിട്ടിട്ടായിരുന്നു പുള്ളിക്കാരൻ വന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എന്നിട്ടും ഡി സിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡി സി ആ ഒരു പുള്ളിക്കാരനെ അവഗണിക്കുന്നതല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ക്യാപ്റ്റൻ ബ്രിട്ടനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സോർട്സ്മാൻ കൂടി തന്നെയാണ്. ആൻഡ് ഇത് എവിടെ വെച്ച് ടൈപ്പ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറ്റേണൽ സിനിമയ്ക്കകത്ത് നമ്മളൊരു എക്സ്കാലിബർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്കാലിബർ ക്യാപ്റ്റൻ ബ്രിട്ടൻ വീൽഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എറ്റേണൽസിൻ്റെ രണ്ടാം ഭാഗത്തിലായിരിക്കാം മേ ബി ചിലപ്പോൾ ഹെൻറി കാവിൽ വരാൻ സാധ്യത. നമുക്കിപ്പോൾ ആക്ച്വലി സ്പെക്കുലേഷൻ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാനും കഴിയുള്ളൂ. സോ അതുകൂടാതെ തന്നെ ഹെൻറിയുടെ മറ്റൊരു പാഷൻ പ്രൊജക്റ്റ് തന്നെയാണ് വാർഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ എന്നുള്ളൊരു കാര്യം തന്നെ. നേരത്തെ സൂപ്പർമാനെ പ്ലേ ചെയ്യുന്ന സമയത്ത് വിച്ചറിനെ പ്ലേ ചെയ്യാൻ കുറച്ച് അതായത് ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു പുള്ളിക്കാരൻ ആ ഒരു റോള് വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഒബ്വിയസ്ലി ഇനി വരാൻ പോകുന്ന വിച്ചർ സീരീസും വൻ ദുരന്തമാകാനാണ് സാധ്യത വളരെ കൂടുതൽ തന്നെ. ലാസ്റ്റ് ഇറങ്ങി എനിക്ക് ഇവൻ ഹെൻറി കാവിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് അത്രയ്ക്ക് നല്ല രീതിയിൽ പോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ലായിരുന്നു. സോ ആ ഒരു ക്ലാഷ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആക്ച്വലി വിച്ചറിൽ നിന്ന് പുള്ളിക്കാരൻ വേണ്ടെന്ന് വെച്ച് തിരിച്ച് ഫുള്ളി സൂപ്പർമാനെ ഫോക്കസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് ഡി സിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെങ്കിൽ രണ്ടും പുള്ളിക്കാരൻ്റെ കയ്യിലില്ല. അതായത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ഇഷ്യൂ എന്താണെങ്കിലും പുള്ളിക്കാരൻ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം അല്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആവശ്യത്തിൽ കൂടുതൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ ടൈമുണ്ട്. സോ ഇനിയിപ്പോൾ മാർവലിൽ വന്ന് ക്യാപ്റ്റൻ ബ്രിട്ടനെ ചെയ്തിട്ടാണെങ്കിലും തിരിച്ചു പോയി പുള്ളിക്കാരന് വാർഹാമർ ചെയ്യാവുന്നത് തന്നെയാണ്. ഇത് മാത്രമല്ല നമുക്കിനി വേറെയും ഒരു ഗുഡ് ന്യൂസും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സോണിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാഡം വെബ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വൻ ബ്ലോക്ക് ബസ്റ്റർ ആയതുകൊണ്ട് തന്നെ
മിക്കവാറും സോണിയുടെ ആ ഒരു സോണി വേഴ്സ് അല്ലെങ്കിൽ സോണിയുടെ സ്പൈഡർ വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഒരു അവസാനം എത്തുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം എല്ലാ രീതിയിലും സോണിയുടെ അതായത് ആ ഒരു പ്രൊഡക്ഷനിലും എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. നമുക്ക് സന്തോഷിക്കാം. കാരണം ഇനിയിപ്പോൾ മാഡം വെബ് കൊണ്ട് സോണി വേഴ്സ് തീരുവാണെങ്കിൽ ഇനി ആ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന രണ്ട് സിനിമ മാത്രമേ ഉള്ളൂ. ഒന്ന് വെനം 3, വെനം 2 അൻഷോകൻ തന്നെയായിരുന്നു, പിന്നെ ക്രേവൻ ദ ഹണ്ടർ. ഈ പറഞ്ഞ 2 സിനിമ മാത്രം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്വസിക്കാം, ഇനി ഒരു സോണി വേഴ്സിൻ്റെ ഒരു സ്പിൻ ഓഫ് സിനിമ വരില്ല എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം അത് നല്ല രീതിയിൽ തന്നെ എന്താണ് ഈ സോണിയുടെ എക്സിക്യൂട്ടീവ്സിന് മാഡം വെബ് തെളിയിച്ച് കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മാഡം വെബ് സ്പൈഡർ വേഴ്സിനെ തന്നെ കില്ല് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. ഇനി സ്പൈഡർമാനെ കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ നമ്മൾ മോർബിംഗ് ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു ടോബി മെക്യൂർ, ആൻഡ്രൂ ഗ്രാഫിൽഡ്, ടോം ഹോളണ്ട് ഇവരുടെയൊക്കെ ഒത്തിരിയധികം രീതിയിലുള്ള റെഫറൻസ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ ട്രെയിലേഴ്സിനകത്ത് അവർ കുത്തിക്കയറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. കാരണം അപ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ് ആയി പോകും, ഈ സോണി വേഴ്സിലെ സ്പൈഡർമാൻ ആരാണ്? ആര് വേണമെങ്കിലും ആകാം, ടോബി ആകാം, ആൻഡ്രൂ ആകാം, ടോം ഹോളണ്ട് ആകാം. ഇതേ സെയിം കാര്യം തന്നെ അവർ മാഡം വെബിനകത്തും ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് മാഡം വെബിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ്രൂ ഗ്രാഫിൽഡ് ആയിരുന്നു മാഡം വെബിനകത്ത് ഉണ്ടായിരുന്ന സ്പൈഡർമാൻ. ആൻഡ് പുള്ളിക്കാൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി നമുക്ക് ലഭിക്കേണ്ടത് തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ആരെങ്കിലും തിയേറ്റർ പേജ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രൂ ഗ്രാഫിൽഡ് പറഞ്ഞു, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല സ്പൈഡർമാനായിട്ട് മാഡം വെബിനകത്ത് വരാൻ. ആൻഡ്രൂ നല്ലൊരു ഡിസിഷൻ തന്നെയാണ് പുള്ളിക്കാരൻ എടുത്തത്. കാരണം ഇങ്ങനത്തെ ഒരു കൂറ പടത്തിൽ വന്നിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ഉള്ള റെപ്യൂട്ടേഷൻ കൂടി തന്നെ അതില്ലാതായേനെ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ സോണി വേഴ്സിനകത്ത് ഇപ്പോൾ ഒരു സ്പൈഡർമാൻ ഇല്ല. ആൻഡ്രൂവിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന റെഫറൻസും കാര്യങ്ങളെല്ലാം അവർ മൊത്തത്തോടെ സ്ക്രാപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആക്ച്വലി മാഡം വെബ് കണ്ടിട്ട് നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ഒരു റെഫറൻസും കാണാൻ കഴിയില്ല. എങ്ങനെയായിരുന്നു മോർബിയസ് സിനിമ, അതുപോലെ തന്നെയുള്ളൊരു മോർബിംഗ് ടൈം X100X എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്താണെങ്കിലും മാഡം വെബ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു സിനാറിയം കൂടി പറയാം. ഇതെല്ലാം കണ്ടിട്ടും സോണി ഒരു സാധനം പോലെ അതിൽ നിന്ന് മനസ്സിലാക്കാതെ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ സ്പിൻ ഓഫ് ഇറങ്ങിക്കൊണ്ട് പോകുവാണെങ്കിൽ ഇനി ഇറങ്ങാൻ പോണ സ്പൈഡർമാൻ 4ലും അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാണ്ടിറ്റിയാണ് വേണ്ട. അവർ ഒരു സിനിമയ്ക്ക് മിനിമം ഒരു വർഷം പോലും ടൈം കൊടുക്കാതെയാണ് അവർ ഓരോ കഥ എഴുതി കൂട്ടുന്നതും സിനിമ ഇറക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കറൻ്റ്ലി മാരോലായിട്ട് അടിവെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് സ്പൈഡർമാൻ 4നകത്ത് എല്ലാവരും തിരിച്ചു കൊണ്ടുവരാം, നമുക്ക് വീണ്ടും ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള പടമാക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കെവിൻ അണ്ണൻ അതിനെന്നും സമ്മതിക്കുക എന്നുള്ളൊരു കാര്യം. കെവിൻ അണ്ണൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ പ്രതീക്ഷയുള്ളത്, അല്ല സോണിയുടെ കാര്യം കൊണ്ട് അല്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം കെവിൻ അണ്ണൻ അവരെ ഒരു രീതിയിൽ അവരെ തടുത്തു നിർത്തും എന്നുള്ളൊരു കാര്യം സോണി സ്പൈഡർമാൻ 4 ഫക്ഡ് അപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അതായത് ഇങ്ങനെ പോകുവാണെങ്കിൽ സോണി വേഴ്സ് എന്താണെങ്കിലും എൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന റൂമേഴ്സും ഇത് തന്നെയാണ്, ഈ 2 സിനിമ കഴിഞ്ഞാൽ എൻഡ് ചെയ്യും. ആ കൂടി സോണി ഇതുവരെ ചെയ്തിട്ടുള്ള മാർവലിനെ കൂട്ടുപിടിക്കാതെ ചെയ്തിട്ടുള്ളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പൈഡർമാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈഡർ വേഴ്സ് തന്നെയാണ്. സ്പൈഡർ വേഴ്സ് പാർട്ട് 1 ആണെങ്കിലും സ്പൈഡർ വേഴ്സ് 2 ആണെങ്കിലും കിഡിലൻ തന്നെയായിരുന്നു. ഇനി സ്പൈഡർ വേഴ്സ് 3 ആണ് വരാൻ പോകുന്നത്. കാരണം അമ്മാതിരി കിഡിലനായിട്ടുള്ളൊരു ക്ലിഫ് ഹാങ്ങറിലായിരുന്നു അവർ ആ ഒരു സിനിമ കൊണ്ടേ നിർത്തിയിട്ടുള്ളത്. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ നമ്മുടെ ന്യൂസ് വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ മാർവലിന് അത് മനസ്സിലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻഡ് ഗെയിമിന് ശേഷം അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വാണ്ടിറ്റിയിലായിരുന്നു, അല്ലാതെ ക്വാളിറ്റിയിലല്ലായിരുന്നു. ആൻഡ് അതിനകത്ത് അവർക്ക് തിരിച്ചടി നല്ല രീതിയിൽ തന്നെ ദ മാർവൽസ്, ഷീ ഹൾക്ക്, മിസ് മാർവൽ ഈ പറഞ്ഞ സീരീസുകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സീക്രട്ട് ഇൻവേഷൻ ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ എന്താണെങ്കിൽ നമുക്ക് മാർവൽ ജീസസിനെ വരെ അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ കോപ്പി ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യുന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് തന്നെ. സോ സോണിക്ക് ഇതൊരു എന്താ പറയേണ്ടത്, തലക്കിട്ട് കിട്ടിയൊരു അടിയാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാഡം വെബ് എന്ന് പറഞ്ഞ സിനിമയുടെ ബോക്സ് ഓഫീസിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് പരാജയം അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയെങ്കിലും ബോധോദയം സോണിക്ക് വരട്ടെ. സോണി ഇതോടെ ഈ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഈ 2 സിനിമ കഴിഞ്ഞിട്ട് അവരുടെ സ്പൈഡർ വേഴ്സ് എൻഡ് ചെയ്യട്ടെ എന്ന് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. കാരണം അവരുടെ സിനിസ്റ്റർ 6 ഒന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അമേസിംഗ് സ്പൈഡർമാൻ 2 മുതൽ തന്നെ അവർ സിനിസ്റ്റർ 6നെ കൊണ്ടുവരാനൊക്കെ കുറേ ശ്രമിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അത് എവിടം വരെ എത്തിയെന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും അറിയാവുന്നത് തന്നെയാണ്. സോ ഒരു രീതിയിൽ നമുക്ക് നല്ല 2 ന്യൂസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഹെൻറി കാവലിൻ്റെ മാർവലിലേക്കുള്ള അരങ്ങേറ്റം, 2 മാഡം വെബ് കൊണ്ട് ഒരു ഉപകാരമുണ്ടായി ഫാൻസിന് വേണ്ടിയിട്ട്. ഇനി എന്താണെങ്കിലും അടുത്തൊന്നും സ്പിൻ ഓഫ് പടങ്ങൾ നമുക്ക് സോണിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കില്ലെന്ന് നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാം. ഇനി എങ്ങാനും സോണി വേഴ്സിനകത്തൊരു സ്പൈഡർമാനെ കൊണ്ടുവരുവാണെങ്കിൽ ഇവർ 3ൽ ആരായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
നിങ്ങളുടെ കമൻസ് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ഇനി സ്പൈഡർമാൻ ഒന്നും അല്ല, ജസ്റ്റ് മൈൽസ് മൊറാൽസിനെ അവർ കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് തിയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.